എല്ലാ സഖാക്കളും കൊടിമരത്തിന് ചുവട്ടിലേക്ക് എത്തേണ്ടതാണ്. പതാക ഉയർത്തൽ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. സഖാക്കളെ, പതാക ഉയർത്തൽ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. അകത്ത് നിൽക്കുന്ന സഖാക്കൾ എല്ലാവരും തന്നെ റോഡിൻ്റെ ഈ വശത്ത്, വലതുവശത്തും ഇടതുവശത്തുമായിട്ട് അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരമാവധി ആൾക്കാർ ഇതിൻ്റെ ഈ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വലതുവശത്തോട്ടും ഇടതുവശത്തോട്ടും കുറച്ച് തള്ളി നിന്നാൽ പരമാവധി ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും. വലതുവശത്തോട്ടും ഇടതുവശത്തോട്ടും. സ്റ്റേജിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ അതിൻ്റെ വലതുവശത്തോട്ട് അല്പം മാറിയാൽ പരമാവധി ആൾക്കാർക്ക് മുന്നിലേക്ക് വരാൻ കഴിയും. പരമാവധി ആൾക്കാർക്ക്. ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നവർ വലതുവശത്തോട്ട് മാറി നിൽക്കേണ്ടതാണ്. വലതുവശത്തോട്ടും ഇടതുവശത്തോട്ടും. അതിൻ്റെ കൂടെയൊക്കെ അങ്ങ് പോകും, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. സന്തോഷേ, ബ്ലോക്ക് എല്ലാ സഖാക്കളും മുന്നോട്ട് വന്നിരിക്കണം. പതാക ഉയർത്തൽ ചടങ്ങ് ആരംഭിക്കുകയാണ്. ശിവകുമാർ സാർ പ്രിയപ്പെട്ടവരെ, സംഘടനയുടെ വജ്രജൂബിലി സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് KJയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ പതാക ഉയർത്തുന്നതിലേക്ക് സഖാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, KJOA സിന്ദാബാദ്, ഉയരെ വെള്ള കൊടിപാറട്ടെ, ഉടലിൽ ചോര തിളച്ചുയരട്ടെ, ഞങ്ങളുടെ മുഷ്ടികൾ ആകാശത്തിൽ അഗ്നിജ്വാല. ഇൻകുലാബ് സിന്ദാബാദ്, KJOA സിന്ദാബാദ്, ശുഭ്രപതാക സിന്ദാബാദ്, ശുഭ്രപതാക തണലിൽ വിരിയും, വർഗവികാരം സിന്ദാബാദ്, വർഗവികാരം നൂട്ടി വളർത്തും, KJOA സിന്ദാബാദ്, ഉയരുപതാകെ പാറുപതാകെ, വാനം മുട്ട പാറുപതാകെ, ഞങ്ങളെയാകെ നയിക്കുപതാകെ, തൂവെള്ളക്കൊടി പാറുമ്പോൾ, വാനിലുയർന്ന് പറക്കുമ്പോൾ, ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, ആമോദത്താൽ ഞങ്ങൾ വിളിക്കും, ഇനിയും ഉറക്കെ വീണ്ടും ഉറക്കെ, ഇൻകുലാബ് സിന്ദാബാദ്, KJOA സിന്ദാബാദ്, ഉയരട്ടങ്ങനെ ഉയരട്ടെ, ശുഭ്രപതാക പാറട്ടെ, ഉണരട്ടങ്ങനെ പടരട്ടെ, പോരാട്ടത്തിൻ മാറ്റൊലികൾ
സിവിൽ സർവീസിൽ പടരട്ടെ. സിവിൽ സർവീസിനെ സംരക്ഷിക്കാൻ, അവകാശങ്ങൾ നേടാനായി നേടിയെടുത്തവ സംരക്ഷിക്കാൻ, സംരക്ഷിച്ചവ നിലനിർത്താൻ 60 പതിറ്റാണ്ടായി മണ്ണിൽ സമരാവേശ തിരതീർത്ത് പടപൊരുതുന്നൊരു പ്രസ്ഥാനം. KGOA സിന്ദാബാദ്. അലകടലായി വരുന്നു ഞങ്ങൾ. KGOA സിന്ദാബാദ്. ആവേശത്താ ഞങ്ങൾ വിളിക്കും, ആമോദത്താ ഞങ്ങൾ വിളിക്കും. ഇനിയും ഉറക്കെ, വീണ്ടും ഉറക്കെ. KGOA സിന്ദാബാദ്. തൊഴിലും കൂലിയും തച്ചു തകർക്കും ലേബർ കോഡുകൾ അറബിക്കടലിൽ. കേരള മാതൃക സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാൻ, സിവിൽ സർവീസിനെ സംരക്ഷിക്കാൻ സഖാക്കളെ നാം മുന്നോട്ട്. സാമ്രാജ്യത്വം തുലയട്ടെ, വർഗീയവാദം തുലയട്ടെ, മതരാഷ്ട്രവാദം തകരട്ടെ, പുതിയൊരു ഇന്ത്യ പിറക്കട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്. KGOA സിന്ദാബാദ്. 60ാം സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. KGOA സിന്ദാബാദ്. ഇനിയും ഉറക്കെ, വീണ്ടും ഉറക്കെ. ഇനിയും ഉറക്കെ, വീണ്ടും ഉറക്കെ. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആവേശകരമായ 6 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കി വജ്രജൂബിലി സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ലോകമെങ്ങും ഏറ്റവും പ്രതികൂലകരമായ സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തൊഴിലെടുക്കുന്നവർ, സാധാരണക്കാർ, പാവപ്പെട്ടവരാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ അതിശക്തമായി മുന്നേറുന്ന പൊതു സാഹചര്യത്തിൽ തന്നെയാണ് KGOAയും പിറവിയെടുത്തത്. രാജ്യത്തിൻ്റെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ജനങ്ങളാകെ ജാതിമതത്തിന് അതീതമായി അണിനിരന്നു കഴിഞ്ഞാലുള്ള ശക്തി രാജ്യത്തിന് ബോധ്യപ്പെട്ടതാണ്. അതിനു മുമ്പ് തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഫ്രഞ്ച് വിപ്ലവവും, പുതിയൊരു ദർശനം മനുഷ്യർക്ക് മുന്നോട്ട് വെക്കുന്ന, സമത്വ ദർശനം മുന്നോട്ട് വെക്കുന്ന മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒക്കെ തന്നെ ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ മാനവ വിമോചനത്തിൻ്റെ പുതിയ സ്വപ്നങ്ങൾക്ക് രൂപം കൊടുക്കുകയും ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ രൂപം കൊള്ളാൻ അത് കാരണമാവുകയും ചെയ്തെങ്കിൽ, തുറന്നുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾ, 2 നൂറ്റാണ്ട് നീണ്ടു നിന്ന ഇന്ത്യയുടെ പാരതന്ത്ര്യം, അതിൻ്റെ മുഖം വലിച്ചെറിയാൻ വേണ്ടി നടന്നിട്ടുള്ള ജനങ്ങളുടെ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളുടെ ഒരു ഘട്ടമെത്തുമ്പോൾ തൊഴിലാളികളെ ആകെ സംഘടിപ്പിക്കുക ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വളരെ അനിവാര്യമാണെന്ന ബോധ്യത്തിലേക്ക് ഒന്നാം നിര നേതാക്കന്മാർ, ബാലഗംഗാധര തിലകനടക്കമുള്ള ഒന്നാം നിര നേതാക്കന്മാർക്ക് ബോധ്യപ്പെടുകയും തൊഴിലാളികളെ സ്വാതന്ത്ര്യ സമരം രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തതിനെ തുടർന്ന് രാജ്യമാകെ തന്നെ തൊഴിലാളി സംഘടനകൾ രൂപപ്പെടാൻ തുടങ്ങി. പക്ഷേ അത്തരമൊരു പുരോഗമന നിലപാടെടുക്കുന്ന അതേ സമയത്ത് തന്നെ ജനങ്ങളെ അണിനിരത്താൻ ഒരു മാർഗമെന്ന രീതിയിൽ മതാചാരങ്ങളെയും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ അദ്ദേഹം തന്നെ സ്വീകരിച്ച മറ്റൊരു തെറ്റായ പ്രവണതയും ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി വരികയുണ്ടായി. സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന് ആക്കം കൂട്ടാൻ സഹായിക്കുന്ന അത്തരം കാര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യ സമരത്തിന് പോലും ബലം പകർന്നത് തൊഴിലാളി സമരങ്ങളാണ് എന്ന ബോധ്യത്തിലേക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം മാറുന്ന സാഹചര്യം, അത് മുംബൈ കലാപമടക്കമുള്ള തൊഴിലാളി സമരങ്ങളിലേക്ക് വളർന്നു കഴിഞ്ഞപ്പോൾ തങ്ങൾക്കിനി അധികകാലം ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. AITC പോലെയുള്ള തൊഴിലാളി സംഘടനകൾക്ക് ജവഹർലാൽ നെഹ്റുവും അതോടൊപ്പം തന്നെ സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള എല്ലാ നേതൃത്വവും അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നെങ്കിൽ തൊഴിലാളികളുടെ ഐക്യം മുന്നോട്ട് പോകുന്നത് തങ്ങളുടെ ഭരണ താല്പര്യത്തിന് വിരുദ്ധമാണെന്നുള്ള ബോധ്യത്തിലേക്ക് വളരെ പെട്ടെന്നവർ സ്വാതന്ത്ര്യത്തിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ വരികയും ആ സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ
കാറ്റഗറി സംഘടനകൾക്ക് മാത്രമേ അംഗീകാരം നൽകൂ എന്നുള്ളൊരു പൊതു തീരുമാനം ദേശീയ തലത്തിൽ നിയമമായി മാറുകയും കേരളത്തിൽ പട്ടംതാണുപിള്ള അടക്കമുള്ള ആളുകൾ കാറ്റഗറി സംഘടനകൾ മാത്രം മതി എന്ന തീരുമാനമെടുക്കുകയും അതിനെതിരെ പോരാടിയ നമ്മുടെ ഇന്നത്തെ സമ്മേളന നഗരി സഖാവ് വി സോമനാഥൻ്റെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ സമ്മേളന കാലയളവിലാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹം അടക്കമുള്ള ആളുകൾ തിരുവിതാംകൂർ NGO അസോസിയേഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കാറ്റഗറി സംഘടനയ്ക്ക് വിരുദ്ധമായ ഒരു പൊതുസംഘടനാ രൂപത്തിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടാണ് ആ ദേശീയ നയം ഇവിടെ നടപ്പാക്കിയത്. INTUC പോലെയുള്ള സംഘടനകൾ പുതുതായി രൂപം കൊള്ളുന്ന സാഹചര്യം, ജീവനക്കാരെ ഭിന്നിപ്പിക്കാനുള്ള പുതിയ രീതികൾ ഉണർന്നു വരുന്ന സാഹചര്യം, അപ്പോഴും ഗസറ്റഡ് മേഖലയിൽ തിരുവിതാംകൂർ കൊച്ചി ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നൊരു പൊതുസംഘടനയാണ് ശക്തമായി നിലനിന്നിരുന്നത് എന്നുള്ളതും നമ്മുടെ ചരിത്രം സൂചിപ്പിക്കുന്നു. മലബാറിലും അലോട്ടഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇത് രണ്ടും ലയിച്ചു ചേർന്ന് KGY രൂപപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് സമരനിർഭരമായ ആവേശകരമായ ഒരു പുലരിയെ സ്വപ്നം കാണാൻ കഴിയുന്ന ആവേശകരമായ ഒരു സാഹചര്യമാണ് ലോകത്തെങ്ങും നിലനിന്നിരുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ ആവിർഭാവത്തോടു കൂടി വലിയ തോതിലുള്ള തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്ലാനിങ്ങിനും അതോടൊപ്പം തന്നെ പഞ്ചവത്സര പദ്ധതികൾക്കും വലിയ തോതിലുള്ള മാറ്റം ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക വളർച്ചയിലടക്കം ലോകത്തിലെ ഒന്നാം നമ്പറായി മാറാൻ കഴിയുന്ന രീതിയിലേക്ക് സോവിയറ്റ് യൂണിയനെ മാറ്റാൻ കഴിഞ്ഞെങ്കിൽ അത്തരം മാറ്റങ്ങളുടെ അനുരണനങ്ങൾ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളായും അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കം സ്വീകരിച്ചിട്ടുള്ള വികസന തന്ത്രങ്ങളായും ലോകത്തെങ്ങുമുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും തൊഴിലാളി മേഖലയിൽ കേരള NGO യൂണിയൻ അടക്കം രൂപം പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള ജീവിതം നിലനിർത്താൻ വേണ്ടി വീണ്ടും സോമനാഥൻ സാറിനെ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ പോയി കാണുമ്പോൾ പറഞ്ഞത് അന്നത്തെ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ഒരു വസ്ത്രം, ഒരു മുണ്ടും ഒരു ഷർട്ട് അല്ലെങ്കിൽ ജുബ ഒരാഴ്ച മൊത്തം അതുകൊണ്ട് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഒരു രാത്രിയിൽ കഴുകിയിട്ട് ഉണങ്ങി തേച്ച് വീണ്ടും രാവിലെ ഉടുക്കേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന ഗതികേടിൽ നിൽക്കുന്ന സർക്കാർ ജീവനക്കാർ അടക്കമുള്ള അത്തരം സാഹചര്യങ്ങളെയൊക്കെ തന്നെ കീറിമുറിച്ച് അതിൽ ഗസറ്റഡ് ജീവനക്കാർക്കും അവകാശങ്ങളുടെ കാര്യത്തിൽ വലിയ പോരായ്മയുണ്ടെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരണ കാലഘട്ടം തൊട്ട് തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന അവകാശ പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്നുള്ളത് ആ സംഘടന രൂപീകരിക്കപ്പെട്ടതിൻ്റെ കാരണവും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കും ബൈലോയിൽ കൃത്യമായും പണിമുടക്കാൻ കഴിയില്ല എന്ന നിബന്ധന നിൽക്കുമ്പോൾ തന്നെ ഗവർണർ ഭരണകാലത്ത് കിട്ടിയ അംഗീകാരത്തിൻ്റെ ഭാഗമായി ബൈലോ ഭേദഗതി ചെയ്യുന്നത് വരെ 1985 ബൈലോ ഭേദഗതി ചെയ്യുന്നവരെ പണിമുടക്കത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇന്നിവിടെ നമ്മുടെ ചരിത്ര പ്രദർശനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ കൃത്യമായും അന്നത്തെ മിനിറ്റ്സുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്ന് നടക്കുന്ന NGO സമരങ്ങൾക്ക് അനുഭാവം മാത്രമല്ല സാമ്പത്തിക സഹായമടക്കം കൊടുക്കണമെന്നുള്ള തീരുമാനമടക്കമെടുത്ത് പോവുക, സർക്കാരിൻ്റെ കോടാലിക്കൈ ആകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്ത സമര പാരമ്പര്യത്തിൽ നിന്ന് ഉയർകൊണ്ട നമ്മുടെ സംഘടന പിന്നീട് 85 കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ രൂപവും ഭാവവും മാറുന്ന രീതിയിലേക്ക് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം വലിയ തോതിലുള്ള ഈ വാഷിങ്ടൺ കൺസെൻസസിൻ്റെ ഭാഗമായി